ഹായ് കൂട്ടുകാരെ, ഞാൻ കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് മെട്രോയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആദ്യം കൂടി കടക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ തൃപ്പൂണിത്തുറ ടെർമിനൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തെന്ന് വയ്ക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേനും കടന്നു പോയപ്പോൾ അവിടെ നൃത്തരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിക്കാലത്ത് നമുക്ക് കയറി കാണാമോന്ന്. അപ്പോൾ ചെറിയൊരു മ്യൂസിക്കും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാമോന്ന് ചോദിച്ചപ്പോൾ ഇക്കോർന്ന് അതിനെന്താ കാണാമല്ലോ, കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു റൂം നിറച്ചും പല പല നൃത്തരൂപങ്ങളാണ് കേട്ടോ. കഥകളി മുതൽ മോഹിനിയാട്ടം അങ്ങനെ എല്ലാം ഉണ്ട്. പ്രത്യേകം നമ്മൾ പേര് പറയേണ്ട എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു രീതിയിൽ മ്യൂസിക്കും ഉണ്ട് കേട്ടോ. നല്ലൊരു ഇഷ്ടം തോന്നി എനിക്കതൊക്കെ കണ്ടപ്പോൾ. ഞാനതെല്ലാം വിസ്തരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെളിച്ചമുള്ളൂ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒപ്പം നിന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണട്ടെ. കണ്ടവരുണ്ടാവുമായിരിക്കും അവിടെ പോയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത്, തൃപ്പൂണിത്തുറയിലേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. ഞാനിതുവരെയും മെട്രോയ്ക്ക് തൃപ്പൂണിത്തുറയിൽ പോയിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഇതുണ്ടെന്ന് അറിയാനും പാടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിക്കാലത്ത് അപ്പോൾ എനിക്ക് പറഞ്ഞു അതിനെന്താ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഈ നൃത്തരൂപങ്ങളെയൊക്കെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ആ രൂപങ്ങളുടെ അടിയിൽ തന്നെ അവരുടെ ഏതാണ് കളി എന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടംതുള്ളൽ, കഥകളി, മോഹിനിയാട്ടം അങ്ങനെ എല്ലാത്തിൻ്റെയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടു നോക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. കാണാത്ത ആളുകൾക്ക് ഇതൊരു വെറൈറ്റി ആയിരിക്കും. ഞാനിത് കാണാത്തത് കൊണ്ട് എനിക്കിവിടെ വന്നപ്പോൾ ഇതെനിക്കൊരു പുത്തൻ ഒരു അനുഭവമായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ കളികളൊക്കെ കണ്ടേക്കണത്. ഈ കുച്ചിപ്പിടി, ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെയൊക്കെ ഞാൻ കണ്ടേക്കണത് പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടേക്കണതാണ്. പിന്നെ ഞാൻ ഈ കഥകളിയും മറ്റുള്ളതൊക്കെ സിനിമയൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ സിനിമ കാണുമ്പോൾ അതിലൊക്കെ ഒന്ന് കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പുറത്ത് പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നും ഞാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരിഷ്ടം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം.